നിന്റെ ഹൃദയം നിന്നെ ഏറ്റവും സ്നേഹിക്കുന്നവർ തന്നെ തകർക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഒരു പക്ഷേ നിന്റെ ജീവിതം അവർ നിയന്ത്രിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിന്റെ സന്തോഷം അവർ കവർന്നെടുക്കുന്നത് പോലെ. നീ സ്നേഹിച്ചവർ അഥവാ നിന്നെ സ്നേഹിച്ചിരുന്നവർ നിന്റെ ജീവിതം നരകമാക്കുമ്പോൾ നീ ചെയ്യേണ്ട അതിശക്തമായ പ്രതികരണ രീതിയാണ് ആചാര്യ ചാണക്യന്റെ വീക്ഷണകോണിലൂടെ വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ 100% പ്രയോജനം ചെയ്യും. ഒന്നാമതായി നിന്റെ മൂല്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. നിന്റെ മൂല്യം ആരുടെ വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് നിർണയിക്കപ്പെടുന്നില്ല. അവർ നിന്നെ വിമർശിക്കുന്നു, നിന്നെ വേദനിപ്പിക്കുന്നു. അതൊക്കെ അവരുടെ ഉള്ളിലെ കുഴപ്പങ്ങളാണ്, നിന്റെ കുറവുകളല്ല. നിന്റെ ഉള്ളിൽ ഒരു തിളക്കമുണ്ട്. നിന്റെ ധൈര്യം, നിന്റെ ദയ, നിന്റെ സ്വപ്നങ്ങൾ. ഒരു നിമിഷം ആലോചിക്കൂ, നിന്റെ ഏറ്റവും നല്ല ഗുണം എന്താണ്? ഒരു പക്ഷേ നിന്റെ സഹനശക്തി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നീ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇന്നൊരു കടലാസ് എടുത്ത് നിന്റെ 3 ഗുണങ്ങൾ എഴുതൂ. അത് നിന്റെ കവചമാണ്. ആരും ഒരിക്കലും നിന്റെ ആ മൂല്യത്തെ തകർക്കാൻ പോകുന്നില്ല. നിന്റെ തിളക്കം നിന്റേതാണ്. അവർക്കതിനെ കെടുത്തുവാൻ ഒരിക്കലും കഴിയുകയില്ല. രണ്ടാമതായി അനിവാര്യമായ അതിരുകൾ വെക്കുക എന്നുള്ളതാണ്. സ്നേഹം എല്ലാം സഹിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു. എന്നാൽ നിന്റെ ഹൃദയം ഒരു വിലപ്പെട്ട സ്ഥലമാണ്. അതിനെ സംരക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. അതിന് നിനക്ക് അതിരുകൾ ആവശ്യമാണ്. ഒരു വര വരയ്ക്കണം. അവർ എന്താണ് ചെയ്യരുത് എന്ന് വ്യക്തമാക്കണം. ഉദാഹരണത്തിന്, നിന്റെ വാക്കുകൾ എന്നെ വേദനിപ്പിക്കുന്നു, ഇനി അത് ഞാൻ അനുവദിക്കുകയില്ല എന്ന് ശാന്തമായി പക്ഷേ ഉറച്ച സ്വരത്തിൽ പറയൂ. അവർ ആ അതിർ ലംഘിച്ചാൽ ഒരു ചുവട് പിന്നോട്ട് വയ്ക്കൂ. ഫോൺ വിളിക്ക് മറുപടി കുറയ്ക്കൂ. കുറച്ചു ദൂരം പാലിക്കൂ. ഇത് ദേഷ്യത്തോടെയല്ല, നിന്റെ മനസ്സമാധാനത്തിനു വേണ്ടിയാണ്. അതിരുകൾ വെക്കുന്നത് ദൗർബല്യമല്ല, അത് നിന്റെ ശക്തിയാണ്. മൂന്നാമതായി സ്വയം സ്നേഹിക്കുക എന്നുള്ളതാണ്. നിന്റെ ഊർജം അവർക്ക് വേണ്ടി മാത്രം ചിലവഴിക്കേണ്ട ഒന്നല്ല. നിന്റെ ഹൃദയം, നിന്റെ മനസ്സ്, അവ ആദ്യം നിനക്കുള്ളതാണ്. ഒരു നിമിഷം നിന്നോട് തന്നെ ചോദിക്കൂ, എനിക്കിന്ന് എന്താണ് വേണ്ടത് എന്ന്. ഒരു പക്ഷേ ഒരു നീണ്ട നടത്തം, നിന്റെ ഇഷ്ടപ്പെട്ട ഗാനം കേൾക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് ഇതെനിക്ക് കഴിയുകയില്ല എന്ന് പറയുന്നത്, ഇതൊക്കെ നിന്റെ ആത്മാഭിമാനത്തിന്റെ തുടക്കമാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു സുഹൃത്ത് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവനൊരു ദിവസം 10 മിനിറ്റ് ഡയറിയിൽ എഴുതാൻ തുടങ്ങിയെന്ന്. അവന്റെ വേദന, സന്തോഷം എല്ലാം അവൻ എഴുതാൻ തുടങ്ങി. അതവനൊരു പുതിയ ശക്തി നൽകി. നിനക്കിത് ചെയ്യാം. നിന്നെ ആദ്യം സ്നേഹിക്കൂ. അതാണ് നിന്റെ ഏറ്റവും വലിയ വിജയം. നാലാമതായി അനിവാര്യമായ അകലം പാലിക്കുന്നതാണ്. വിട്ടുനിൽക്കൽ എന്നത് സ്നേഹം ഉപേക്ഷിക്കലല്ല, നിന്റെ മനസ്സിനെ സ്വതന്ത്രമാക്കലാണ്. അവരുടെ വാക്കുകളും പ്രവൃത്തികളും നിന്റെ ഉള്ളിൽ കുഴപ്പമുണ്ടാക്കുന്നുണ്ട് എങ്കിൽ ഒരു ചുവട് പിന്നോട്ട് വയ്ക്കേണ്ട സമയമാണിത്. അതൊരു തന്ത്രമാണ്. നിന്റെ ഊർജം അവർക്ക് നൽകാതെ നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളത്. ഒരു പുസ്തകം വായിക്കൂ, ഒരു പുതിയ ഹോബി തിരഞ്ഞെടുക്കൂ, അല്ലെങ്കിൽ നിന്റെ പഴയ സ്വപ്നങ്ങളെക്കുറിച്ച് ആലോചിക്കൂ. ഉദാഹരണത്തിന്, ഒരാൾ വിഷമയമായ ബന്ധത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ പെയിന്റിംഗ് തുടങ്ങി. അത് അദ്ദേഹത്തിനൊരു പുതിയ ലോകം തുറന്നുകൊടുത്തു. നിന്റെ ഊർജം നിന്റേതാണ്. അത് തിരികെ പിടിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. അഞ്ചാമതായി ജ്ഞാനമാർഗം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പ്രതികാരം നിന്നെ അവർക്ക് കൂടുതൽ അടിമയാക്കുകയാണ് ചെയ്യുന്നത്. പകരം ഈ അനുഭവത്തിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത്? ഒരുപക്ഷെ നിന്റെ അതിരുകൾ എങ്ങനെ ശക്തമാക്കാം, അല്ലെങ്കിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത്. ഈ വേദന നിന്നെ കൂടുതൽ ബുദ്ധിമാനാക്കും. ഒരു കടലാസിൽ എഴുതൂ, ഈ ബന്ധം എനിക്ക് എന്താണ് പഠിപ്പിച്ചത് എന്ന്. അത് നിന്റെ ശക്തിയായി മാറും. ആറാമതായി നിന്റെ സഹകാരികളെ കണ്ടെത്തുക എന്നുള്ളതാണ്. നിന്റെ വേദന ഒറ്റയ്ക്കു താങ്ങേണ്ടതില്ല. നിന്റെ ചുറ്റും നിന്നെ ഉയർത്തുന്നവരുണ്ട്. ഒരു സുഹൃത്തിനോടോ കുടുംബാംഗത്തോടോ അല്ലെങ്കിൽ ഒരു കൗൺസിലറോടോ സംസാരിക്കൂ. നിന്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ നിന്റെ ഹൃദയം ശാന്തവും ശക്തവുമാകും. നിന്നെ പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ആത്മാർത്ഥമായ ഉപദേശം തരുകയും ചെയ്യുന്നവരെ കണ്ടെത്തൂ. ഒരു വ്യക്തി, ഒരു ശബ്ദം, അത് മതി. നിന്റെ ലോകം മാറാൻ അത് മാത്രം മതി. നീ ഒറ്റയ്ക്കല്ല, നിന്റെ ചുറ്റും ഒരു ലോകമുണ്ട് എന്നറിയുക.
ഏഴാമതായി മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നിന്റെ മനസ്സ് നിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. അവർക്കതിനെ തൊടാൻ പോലും കഴിയുകയില്ല. അവർ പറയുന്ന വാക്കുകൾ നിന്റെ ഉള്ളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ നിന്റെ പ്രതികരണം നിന്റെ കയ്യിലാണ്. ഒരു നിമിഷം 10 സെക്കൻഡ് ശ്വാസമെടുക്കൂ ആഴത്തിൽ. എന്റെ മനസ്സമാധാനം ഞാൻ തീരുമാനിക്കുന്നു എന്ന് മനസ്സിൽ പറയൂ. അവർ പറയുന്ന വിമർശനങ്ങളെ ഞാൻ മതി എന്ന ചിന്ത കൊണ്ട് മറികടക്കൂ. ഉദാഹരണം, ഒരാൾ ഓരോ ദിവസവും രാവിലെ 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നു. അത് അദ്ദേഹത്തിന്റെ മനസ്സ് ശാന്തമാക്കുന്നു. നിന്റെ മനസ്സ് നിന്റെ കോട്ടയാണ്. അതിനെ നീ നിയന്ത്രിക്കൂ. നീയാണ് നിന്റെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്. എട്ടാമതായി മോചനത്തിന്റെ പദ്ധതി തയ്യാറാക്കുക എന്നുള്ളതാണ്. ചില ബന്ധങ്ങൾ തിരുത്താനാവുകയില്ല. അപ്പോൾ നിന്റെ മോചനത്തിന് ഒരു പദ്ധതി നീ തന്നെ ആസൂത്രണം ചെയ്യണം. ഇതൊരു വലിയ തീരുമാനമാണ്. പക്ഷെ നിന്റെ ജീവിതത്തിനു വേണ്ടി ആദ്യം ഒരു ചുവട്. എന്താണ് നിന്റെ ലക്ഷ്യം? വൈകാരികമായ ദൂരം, അല്ലെങ്കിൽ ഒരുപക്ഷെ ശാരീരികമായ വേർപിരിയൽ. ഒരു കടലാസിൽ എഴുതൂ എനിക്കെന്താണ് വേണ്ടത് എന്ന്. പണം സ്വരൂപിക്കണോ? ഒരു പുതിയ ഇടം കണ്ടെത്തണോ? ആരോടെങ്കിലും ഉപദേശം ചോദിക്കണോ? ഒരു സുഹൃത്ത് 1 വർഷം പണം സ്വരൂപിച്ച് പുതിയൊരു തുടക്കം കണ്ടെത്തി. നിന്റെ പദ്ധതി നിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ ചുവടാണ്. എന്നാൽ ജീവിത പങ്കാളിയാണ് നിന്നെ അസ്വസ്ഥമാക്കുന്നതെങ്കിൽ അനിവാര്യ സാഹചര്യത്തിൽ വേണ്ട അകൽച്ച പാലിക്കുക എന്നതല്ലാതെ ഒരിക്കലും ഡൈവോഴ്സ് ചെയ്യാതിരിക്കുക എന്നതാണ് നിന്റെ വിജയം. കാലക്രമത്തിൽ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അതിനുള്ള മാർഗങ്ങളുണ്ട്. നീ അത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 9ാമതായി വേദനയെ ശക്തിയാക്കി മാറ്റുക എന്നുള്ളതാണ്. വേദന ഒരു ശത്രുവല്ല, അത് നിന്റെ ഗുരുവാണ്. ഓരോ വേദനയും നിന്നെ എന്തെങ്കിലും പഠിപ്പിക്കുന്നു. ചാണക്യൻ പറഞ്ഞതോർക്കുക, മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കൂ. ഈ വേദന നിന്നെ എന്താണ് പഠിപ്പിച്ചത്? ഒരു പക്ഷേ നിന്റെ ശക്തി, നിന്റെ സഹനം, നിന്റെ വേദനയെ എടുത്ത് അതിനെ എന്തെങ്കിലും നല്ലതാക്കൂ. ഒരു ഡയറിയിൽ എഴുതൂ, ഒരു പെയിന്റിംഗ് വരയ്ക്കൂ, ഒരു പുതിയ ലക്ഷ്യം കണ്ടെത്തൂ. ഉദാഹരണത്തിന്, ഒരാൾ തന്റെ വേദനയെ ഒരു കവിതയാക്കുന്നു. അത് അദ്ദേഹത്തിന് ഒരു പുതിയ ശക്തി നൽകുന്നു. നിന്റെ മുറിവുകൾ നിന്റെ ശക്തിയാണ്. അവയെ നീ ഉപയോഗിക്കുവാൻ പഠിക്കണം. 10ാമതായി പുതിയ ലക്ഷ്യത്തോടെ ഉയർന്നു വരിക എന്നുള്ളതാണ്. നിന്റെ ഈ വേദന സഹിച്ച് കഴിയുക എന്നതിനേക്കാൾ വലുതാണ് ഒരു ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളത്. നിന്റെ ജോലി, നിന്റെ പാഷൻ, അല്ലെങ്കിൽ ഒരു ചെറിയ സ്വപ്നം. ഈ വേദന എന്റെ കഥയല്ല, എന്റെ ജീവിതം ഞാൻ എഴുതും എന്ന് മനസ്സിൽ പറയൂ. 1 വർഷം കഴിഞ്ഞ് നീ എന്തായി തീരുമെന്ന് സങ്കല്പിക്കൂ. നിന്റെ ജീവിതം നിന്റെ നിയന്ത്രണത്തിൽ, സന്തോഷം നിന്റെ കൈകളിൽ. ആദ്യം നിന്റെ ഹൃദയം സംരക്ഷിക്കൂ, പിന്നീട് ലോകത്തിന് വെളിച്ചമായി മാറൂ. നിന്റെ ഈ യാത്ര ഇവിടെ തുടങ്ങൂ. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ പരിചയപ്പെട്ട എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പ്രയോജനകരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.